ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സത്യേട്ടന് നിങ്ങളോട് എന്തൊക്കെ പറയാനുണ്ട് അതൊന്ന് സ്ലിപ്പ് ചെയ്യാതെ കേൾക്കൂട്ടോ. ക്ഷേത്ര സംരക്ഷണത്തിന് മുക്കാറ്റിക്കാവ് ശാഖ പട്ടാമ്പി താലൂക്കിൽ ഇന്ന് തിരുനെല്ലി തീർത്ഥയാത്രയുടെ നിശ്ചയങ്ങൾ പോയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 10 മണിക്ക് നമ്മൾ മുക്കാറ്റിക്കാവ് അമ്മയുടെ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ തിരുനെല്ലിയിലെത്തി. ഇന്ന് എല്ലാവരും പിതൃക്കൾക്ക് അർപ്പണം കഴിഞ്ഞ് അവിടുന്ന് തിരിച്ച് ഞങ്ങളിപ്പോൾ ഇവിടെ സീതാദേവി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ രാത്രിക്കുള്ള സദ്യക്കുള്ള ഭക്ഷണങ്ങൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പണ്ടാരികൾ 1, 2, 3, 4 പണ്ടാരികളൊക്കെ ഉണ്ട്. പിന്നെ കുറുമാർ, ഞങ്ങൾ വിജയേട്ടൻ, അങ്ങനെ കുറേ പേരുണ്ട്. പേരെടുത്ത് പറയാൻ കഴിയില്ല. അതിൽ വനിതകളുണ്ട്, അമ്മമാരുണ്ട്, മാതൃസമിതി അംഗങ്ങളുണ്ട്. അങ്ങനെ വിപുലമായ ഒരു സദ്യയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പപ്പടം കാച്ചാനുണ്ട്, മുളക് പൊരിക്കാനുണ്ട്, പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇത് എല്ലാം റെഡിയായതിന് ശേഷം ഞങ്ങൾ പുറപ്പെടുന്നതാണ് വീണ്ടും നമ്മുടെ മുക്കാറ്റിക്കാവിലേക്ക്. വെള്ളം കഴിക്കും. ഇപ്പോൾ സത്യേട്ടൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിൽ സീതാദേവി ലവകുശ ടെമ്പിളിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. പുരാതനമായ ക്ഷേത്രമാണ് സീതാദേവി ലവകുശ ക്ഷേത്രം. ഗർഭിണിയായ സീതാദേവിയെ ലക്ഷ്മണൻ ഈ വനത്തിലാണ് ഉപേക്ഷിച്ചത്. സീതാദേവിക്ക് പ്രസവിക്കാനുള്ള ഈറ്റില്ലം ദർഭപുല്ലുകൊണ്ടാണ് വാൽമീകി മഹർഷി ഒരുക്കിക്കൊടുത്തത്. വാൽമീകി മഹർഷി ലവകുശന്മാരെ ഇവിടെ വെച്ചാണ് വിദ്യ പഠിപ്പിച്ചത്. ഈ ക്ഷേത്രത്തിലെ ഉത്സവം ധനുമാസം 20-ാം തീയതി ആണ്. അന്നദാനവും ചെണ്ടമേളവും താലപ്പൊലിയാണ് പ്രധാന ചടങ്ങ്. ഈ ക്ഷേത്രം പുതുക്കി പണി കഴിപ്പിച്ചത് പഴശ്ശി രാജാവാണ്. ഈ ക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് നല്ല സഹകരണമാണ് ഉണ്ടായത്. അതിന് ഒരു താങ്ക്സ്. ഇവിടെയും ഞാൻ കാര്യമായ വീഡിയോസൊന്നും എടുത്തില്ല. അതിന് ഞാൻ ഖേദിക്കുന്നു. ഇനി എന്നാണാവോ ഇങ്ങോട്ടൊക്കെ വരുന്നത്? സമയം 7:30 നല്ല ഇരുട്ടാണ്. മാത്രമല്ല മഴക്കാറുണ്ട്. മഴ പെയ്താൽ നമ്മളെല്ലാവരും ആകെ കഷ്ടത്തിലാവും. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. ഇത് ഭക്ഷണം കഴിക്കുന്നതൊന്നും നമ്മൾ കാണിക്കുന്നില്ല കേട്ടോ. വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.